Hi! We will see the price of flowers in the second part. So, we will see the part of American Penkuti, London Mr. Gupta meet our Mr. Gupta, our David Lake Kondona, and the Kerala other partly Kandana. Upon the channel, they might have channel, subscribe to the bell icon, enable all on the option on aka. Pin a video like share dislike think some shangle on the shangle and comment box comments pin a video Facebook page on the like follow. Now, page number 56. Sitting in such a poor kitchen will not be very pleasant for you, will it? Mrs. Clifford said. I have almost finished my work. Maggie, take him into the sitting room. I'll come in a minute. Amma പറഞ്ഞു താങ്കൾക്ക് ഇത്രയും ചെറിയൊരു കിച്ചണിൽ ഇരിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഇവരുടെ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ജോലിയെല്ലാം കഴിഞ്ഞു അപ്പോൾ മാഗിയോട് പറഞ്ഞു ഇദ്ദേഹത്തിനെ ലിവിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു No, I protested. I can sit here well enough. The cakes you make are nice ones, I must say. Mrs. Clifford thanked me with a smile. What kind of a country is India, sir? Asked Mrs. Clifford as she resumed her cooking. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മ ഉണ്ടാക്കുന്ന കേക്ക് എല്ലാം നല്ലതാണ് നല്ല മണമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം വീണ്ടും ഇവർ കുക്കിങ് തുടങ്ങി അപ്പം ഇവരുടെ ജിജ്ഞാസയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു കൺട്രിയാണ് എ ബ്യൂട്ടിഫുൾ കൺട്രി സേഫ് ടു ലിവ് ഇൻ അപ്പോൾ ഇവർക്ക് പിന്നെയും സംശയമാണ് അവിടെ താമസിക്കാനൊക്കെ സേഫ് ആണോ സെറ്റൻലി ബട്ട് നോട്ട് കോൾ ലൈക്ക് ദിസ് കൺട്രി ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട് അപ്പം ഞങ്ങളുടെ കൺട്രി നല്ല ഇന്ത്യ നല്ല സേഫായിട്ടുള്ള പ്ലേസ് ആണ് പക്ഷേ ഇത്രയും തണുപ്പുള്ള സ്ഥലമല്ല ഇച്ചിരി ചൂടുള്ള കാലാവസ്ഥയാണ് Aren't there too many snakes and tigers? Don't they kill people? Don't believe that, I laughed. Snakes and tigers keep to the jungles. They get killed themselves if they come too close to places where people live. അപ്പം എന്താണ് പാമ്പുകളും ടൈഗേഴ്സും ഒക്കെ ഉണ്ട് പക്ഷേ അതുങ്ങളൊക്കെ കാട്ടിലാണ് താമസിക്കുന്നത് ഇനി മനുഷ്യരുടെ അടുത്തേക്ക് ഇവരൊക്കെ വന്നാലോ വന്യജീവികളൊക്കെ വന്നാൽ മനുഷ്യരായിരിക്കും ഈ വന്യജീവികളെയൊക്കെ കൊല്ലുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആൻഡ് ഫീവേഴ്സ് ഇപ്പം അമ്മയൊക്കെ കേട്ടിട്ടുണ്ട് മലേറിയ ഒക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ മരിച്ചു പോകുന്നുണ്ടെന്ന് ഈ അമ്മ കേട്ടിട്ടുണ്ട് അതാണ് ഇവർക്ക് വളരെയധികം പേടിയുള്ളത് In some places in India, there is more fever than in others. It is neither the same everywhere nor the same all the year round. But ചില സ്ഥലങ്ങളിലൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഫീവറൊക്കെ ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഇല്ല മാത്രമല്ല ഒരു വർഷം മുഴുവൻ അങ്ങനെ ഇല്ല അപ്പം പേടിക്കേണ്ടതാണ് ഇദ്ദേഹം പറയുന്നത് My son is in Punjab. He is a soldier. What kind of a place is the Punjab? The Punjab is a fine place. There is little fever there. It is very healthy. I am glad to hear it, Mrs. Clifford said. അപ്പം അമ്മ എന്താ പറഞ്ഞ എൻ്റെ മോനൊരു സോൾജറാണ് അവന് പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം മിസ്റ്റർ ഗുപ്ത പറഞ്ഞു പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമല്ലേ അവിടെ അധികം പനിയും അങ്ങനെയുള്ള മരണങ്ങളൊന്നുമില്ല വളരെ നല്ല സ്ഥലം തന്നെയാണ് പേടിക്കാനൊന്നുമില്ലെന്ന് മിസ്റ്റർ ഗുപ്ത പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി Her baking was finished. Maggie, she said, take Mr. Gupta upstairs. I'll wash my hands and bring tea. Maggie showed the way to their sitting room and I followed. The furniture was cheap and there was not much of it. The carpet was old, torn in places, but everything was extremely clean. Maggie drew the curtains back and opened the windows. There was a glass bookcase. I stood in front of it. അപ്പം അവിടെ ഒരു ശോചനീയാവസ്ഥയാണ് പറയുന്നത് എല്ലാം കാർപ്പറ്റൊക്കെ ഉണ്ട് കർട്ടൻ ഉണ്ട് എല്ലാം കീറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ക്ലീനാണ് ഏറ്റവും നല്ല ക്ലീനായിട്ട് ആണ് വെച്ചിരിക്കുന്നവർ Mrs. Clifford came in carrying tea tray. A few minutes later, all trays of the kitchen had vanished from her person. ഇപ്പം നല്ല നീറ്റായിട്ട് കിച്ചണിൽ നിന്ന് അല്ല കിച്ചണിൽ നിന്ന് വന്ന പോലെയല്ല മുഷിഞ്ഞിരിക്കുകയല്ല ഒരു നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ചായയുമായിട്ട് അമ്മ വന്നു As we drank tea, I talked about India. Mrs. Clifford showed me a photograph of her son. It had
been taken before he left. His name was Francis or Frank. അപ്പം ഇവര് ഫ്രാൻസിസിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ മകൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു. അങ്ങനെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാണ്, ഇന്ത്യയെക്കുറിച്ചും എല്ലാം സംസാരിക്കണം. Maggie brought out a book of pictures he had sent her for her birthday. There were many pictures of Shimla and the surrounding mountain country. On the inside page was written, "To Maggie on her birthday from her loving brother Frank." Maggie said Mrs. Clifford, "Show Mr. Gupta the ring." "Has your brother sent you a ring?" I asked her. "Let me see what kind of a ring it is." "It is a magic ring," Maggie explained. "A yogi gave it to him. A yogi gave it to Frank." അപ്പം അമ്മ പറഞ്ഞു, മോളെ നീ ആ മോതിരം ഒന്ന് കാണിച്ചു കൊടുത്തേ. അവള് അത് പറയാണ്, ഒരു യോഗി ഫ്രാങ്കിന് കൊടുത്താണ്, അവൻ ഇവിടെ വന്നപ്പം അല്ല എൻ്റെ ബ്രദർ ഇവിടെ വന്നപ്പം എനിക്ക് തന്നതാണ്. She brought it and asked, "Can you see the past and the future in it?" അപ്പം ഇവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ യോഗികൾക്ക് ഈ റിങ് ഉണ്ടെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. I had heard a lot about crystal gazing. A crystal was set in the ring. I took it up and examined it. അപ്പം ക്രിസ്റ്റൽ ഈ കല്ല് നോക്കി എന്താണ് ഭൂതം ഭാവി വർത്തമാനമൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടെന്ന് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും കൊള്ളാം, ഇതിലൊരു കല്ലുണ്ട്, അതുപോലെ നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോൺ ഉണ്ട്. When Frank sent the ring, Mrs. Clifford said, "He wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing." This is what the yogi told Frank. Maggie and I have concentrated upon it again and again because we have not had any news of Frank for a long time. But we have not been able to see anything. Why don't you try? You are a Hindu, you may be able to do it. അപ്പം അമ്മ പറയാണ്, ഇത് ഫ്രാങ്ക് ഇത് അയച്ചു തന്നപ്പോൾ അവരെന്താ പറഞ്ഞത്, ഈ റിങ്ങിൽ നോക്കി ഈ കല്ലിൽ നോക്കിയാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ആഗ്രഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. അവരെവിടാണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ആ യോഗി പറഞ്ഞത് എന്നാണ് ഫ്രാങ്ക് ഇവരോട് പറഞ്ഞത്. അപ്പം മാഗിയും അമ്മയും മിസ്സസ് ക്ലിഫോർഡും ഒത്തിരി നോക്കി, പക്ഷേങ്കിൽ ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു അറിവും ഇവർക്ക് കിട്ടിയില്ല. അപ്പം ഇവർ പറയാണ്, "മിസ്റ്റർ ഗുപ്ത, താങ്കളൊരു ഹിന്ദു അല്ലേ, അപ്പം താങ്കളൊന്ന് നോക്ക് ഞങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഫ്രാങ്ക് എവിടെ ഉണ്ടെന്നൊന്ന് നോക്ക് ഈ റിങ്ങിൽ നോക്കിയിട്ടെന്ന് ആണ് പറയുന്നത്. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. "I cannot see anything," I exclaimed at last, giving up. The mother and daughter were disappointed. To change the subject, I said, "Here is a violin. It is yours, isn't it, Maggie?" അപ്പം അദ്ദേഹം കുറേ നേരം നോക്കി, യാതൊരു രക്ഷയില്ല, പറഞ്ഞു, "ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന്" പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ എന്തായാലും പറഞ്ഞെന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് മാറണമല്ലോ, എന്നെ ചോദിച്ചു, "ഈ വയലിൻ നിൻ്റെ അല്ലേ?" "Yes," Mrs. Clifford answered. "Maggie plays quite well. Maggie, please play something for us." "Oh, mother," Maggie looked at her in protest. "Maggie," I pleaded, "please play something. I'm very fond of the violin. I have a sister at home about your age. She used to play for me. The way I play is not at all worth listening to," Maggie said. Maggie പറഞ്ഞു, "ഇല്ലേ, ഞാൻ വായിച്ചാൽ വയലിൻ വായിച്ചാൽ അത്ര നന്നാവത്തില്ല." പിന്നെ മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, "എനിക്കൊരു പെങ്ങളുണ്ട്, നിന്റെ പ്രായമൊക്കെ തന്നെയാണ്, അവൾക്ക് വളരെ നന്നായിട്ട് വയലിൻ വായിക്കും, അപ്പം നീ ഒന്ന് വായിച്ച് എനിക്കത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്." My entreaties at last persuaded her to play. "I do not know many pieces," she said. "What would you like to hear?" "Shall I choose something?" "All right then. Give me your music. Let me see what you have." അപ്പം ഇവള് പറഞ്ഞു, "എനിക്ക് അതിനൊന്നും വായിക്കാൻ അറിയത്തില്ല, എന്നാലും ഏതാ വേണ്ടിയെന്നാണ്." അപ്പം അവളോട് മ്യൂസിക് നോട്ട്സ് ഉള്ള ബുക്ക് എടുത്ത് നോക്കി. Maggie brought out an old music case bound in black leather. I opened it. Most of the pieces were light airs like "Goodbye Dolly Gray," "Honeysuckle and the Bee," etc. There were a few really good, the old-fashioned ones, things like Robin Adair, Annie Laurie, "The Last Rose of Summer," etc. There were several Scotch songs. So I selected "The Bluebells of Scotland" and handed Maggie the music.
Maggie played and I hummed the tune myself. അങ്ങനെ ഇദ്ദേഹം ഇവളുടെ മ്യൂസിക് എല്ലാം തിരഞ്ഞു നോക്കി. അങ്ങനെ തപ്പി ഇദ്ദേഹം ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം മാഗി അത് വയലിനിൽ വായിച്ചു. ഇദ്ദേഹം കൂട്ടത്തിൽ പാടിക്കൊണ്ടേ ഇരുന്നു. When the song was over, I praised her, playing lavishly as I thanked her. Maggie has never had the opportunity to study, Mrs. Clifford said. She has learned what she knows by herself. If our circumstances ever improve, I shall arrange for her to have lessons. On my way back, I was filled with astonishment. The incident touched me very deeply. അപ്പം ഇവള് വയലിൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റർ ഗുപ്ത വളരെയധികം അവളെ പ്രശംസിച്ചു. അപ്പം മാഗിയുടെ അമ്മ പറഞ്ഞു അവൾക്ക് പഠിക്കാനായിട്ട് ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. ഇനി ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് നല്ലതാകുവാണെങ്കിൽ ഇവളെ പഠിക്കാനായിട്ട് വിടണം. അപ്പം ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മിസ്റ്റർ ഗുപ്തയ്ക്ക് വളരെയധികം ഈ ഒരു ഫാമിലിയോട് വളരെ അറ്റാച്ച്മെന്റ് തോന്നി. അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇദ്ദേഹത്തിനെ വളരെയധികം ഒന്ന് ഉലച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. 3 months passed. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. She rode the elephant, Indian Raja, like all the other boys and girls. How delighted she was. അപ്പം ഇദ്ദേഹം 3 മാസത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ പോകാറുണ്ട്. ഇവളെ ഇടയ്ക്ക് സൂവിലൊക്കെ കൊണ്ടുപോകും. അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നേ വരെ അവൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. But no news had come from her brother. Urged by Mrs. Clifford, I went to India House one day and made inquiries. I was told the regiment to which Frank belonged was fighting on the northwest frontier. Mrs. Clifford became extremely worried when she heard it. അപ്പം മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു ഒന്ന് പോയി അവനെക്കുറിച്ച് അന്വേഷിക്കുക. കാരണം ഇത്രയും മാസങ്ങളായിട്ടും ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, എന്തായാലും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് മിസ്റ്റർ ഗുപ്ത ഇന്ത്യ ഹൗസിൽ പോയി ഫ്രാങ്കിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പം മനസ്സിലായി ഫ്രാങ്ക് ഇപ്പം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ ഒരു യുദ്ധമുണ്ട്, അപ്പോൾ അവിടെ യുദ്ധത്തിൽ എടുക്കുവാണെന്ന് മനസ്സിലായി. One day I received a postcard from Maggie. She wrote, Dear Mr. Gupta, my mother is very ill. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. അങ്ങനെ എനിക്ക് ഒരു ദിവസം മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ലെറ്റർ എഴുതി. അപ്പം അതിൽ എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ വയ്യാതിരിക്കുകയാണ്. അത് കാരണം അവൾക്ക് ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം വീട് വരെ ഒന്ന് വരാമോ എന്നാണ് ഈ എഴുത്തിൽ ചോദിച്ചിരിക്കുന്നത്. I had told the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. My hostess said, When you go, take some money with you. The girl has not been able to go to work for a week. She had not received any pay. It is probable that they are hard up. അപ്പം മിസ്റ്റർ ഗുപ്ത താമസിക്കുന്ന വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ഫാമിലിയെ കുറിച്ചും അപ്പോൾ ഈ വന്ന എഴുത്തിനെ കുറിച്ചും എല്ലാം തന്നെ അവരോട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം അവളൊരു ആഴ്ചയായാലേ ജോലിക്ക് പോയിട്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അവളെ കാണാൻ പോകുമ്പോൾ കുറച്ച് പൈസ കൂടെ അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. After breakfast, I took some money and set out for Lambeth. I knocked at the door. Maggie opened it. She was looking much pulled down. Her eyes were hollow and ringed. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. അപ്പോൾ ഇദ്ദേഹം ചെന്നപ്പോഴത്തേക്കും മാഗിക്ക് വളരെയധികം സന്തോഷമായി. അവൾ വളരെയധികം ക്ഷീണിതയായിട്ടാണ് കാണപ്പെട്ടത്. How is your mother, Maggie? I asked. She is sleeping now. Her condition is very serious. The doctor says it is aggravated by her anxiety over Frank. There is no news from him yet. She may not live. അപ്പം ഡോക്ടർ പറഞ്ഞത് ഫ്രാങ്കിനെ കുറിച്ചുള്ള അവലാതി കാരണമാണ് ഇവരുടെ അമ്മയുടെ അസുഖം മൂർച്ഛിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഇവള് പറഞ്ഞു. അപ്പം അമ്മ രക്ഷപ്പെടുമോ എന്നുള്ള സംശയത്തിലാണ് ഈ കൊച്ചു പെൺകുട്ടി. I tried to console Maggie. Drying her eyes with my handkerchief, Maggie controlled herself with an effort and said, I have a request to make.
of you, Mr. Gupta. What is it, Maggie? I asked. Come into the sitting room and I'll tell you, she answered. We tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. അപ്പോൾ പതിയെ അവർ സിറ്റിംഗ് റൂമിലേക്ക് പോയി. കാരണം ഇവരുടെ കാലൊച്ച കേട്ടിട്ട് അമ്മ അവിടെ ഇപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഒരു പെയ്യെ നടന്നു പോയി. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. Maggie gazed up into my face with beseeching eyes. I waited. Then she covered her face with her hands and wept silently. I was in a fix. What could I say to console this child? Her brother was fighting on the frontier. Only God knew whether he was alive or dead. Her mother was the only person she had on earth. If she lost her, what would happen? Where in London could this girl on the threshold of adolescence go? അപ്പം മാഗിയെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് തന്നെ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരു സഹോദരനുണ്ട്. സഹോദരൻ ഇരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം യുദ്ധഭൂമിയിലാണ്. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഇപ്പം വളരെയധികം അവശനിലയിലാണ്. എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാൻ വരാത്തൊരു സ്ഥിതിയിലാണ്. അപ്പം വളരെ ഒരു അഡലസൻസിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എന്ത് സംഭവിക്കും അവൾക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് അവളുടെ എന്നുള്ള സംശയം, പേടി എല്ലാം തന്നെ മിസ്റ്റർ ഗുപ്തയുടെ മനസ്സിൽ ഉണ്ട്. I pulled her hands away from her face. Maggie, tell me what you wish me to do. If there is anything I can do to help you, I shall not hesitate. അപ്പം മാഗി കൈ പൊത്തി നിന്ന് കണ്ണൊക്കെ പൊത്തി നിന്ന് കരയുകയാണ്. അപ്പം ഇത് മിസ്റ്റർ ഗുപ്ത കൈ പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, എന്ത് ഹെൽപ്പാണ് ഞാൻ നിനക്ക് ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ഹെൽപ്പ് ഞാൻ നിനക്ക് ചെയ്തു തരാം. Mr. Gupta, the girl said, I do not know what you will think of the request I am going to make. Please forgive me if it is very, very wrong. What is it? What do you wish to ask? All day yesterday, Mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. അപ്പം ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള ഒരു മുഖവരയോടെയാണ് അവൾ പറഞ്ഞു തുടങ്ങുന്നത്. പറയാണ്, ഇന്നലെ അമ്മ പറഞ്ഞായിരുന്നു മിസ്റ്റർ ഗുപ്ത വന്നിരുന്നെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ അകത്ത് നോക്കിയാൽ ഫ്രാങ്കിനെ കുറിച്ച് അറിയാൻ സാധിക്കും. കാരണം ഗുപ്ത ഒരു ഹിന്ദുവാണ്. അപ്പം അതാണ് ഇവള് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവള് ലെറ്റർ എഴുതി. If you want me to try once more, go and bring me the ring, Maggie. Of course I'll do it. But if you don't see anything again this time, I understood what Maggie meant. I was silent. അപ്പം മാഗി പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ പോലെ താങ്കൾ ഇന്നും ഒന്നും കണ്ടില്ലെങ്കിൽ, അപ്പം അതെന്താണ് മാഗി ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. കാരണം ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അമ്മ ഇത്രയും വയ്യാതിരിക്കുമ്പം വീണ്ടും ഇദ്ദേഹം പറയണം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് വളരെയധികം സങ്കടം വരും. Mr. Gupta, I have read in books that Hindus are extremely truth-loving. If you could bring yourself to tell Mother only once, after looking into the crystal, that Frank is all right, that he is alive, will it be too much of a lie? Will it be very, very wrong? As she spoke, tears streamed from her eyes. അപ്പം ഇവള് ഏതോ ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുസ് എല്ലാം തന്നെ വളരെയധികം സത്യസന്ധരാണെന്ന്. അപ്പം ഇവള് ചോദിക്കുകയാണ്, ഈ ക്രിസ്റ്റൽ നോക്കിയിട്ട് ഫ്രാങ്ക് അലൈവാണ്, അവൻ നല്ല രീതിയിൽ തന്നെ ജീവനോടെ ഉണ്ട് എന്ന് അമ്മയോടൊന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് എതിരാണോ, അല്ലെങ്കിൽ ഒന്ന് പറയുമോ എന്നാണ് അവളുടെ ആവശ്യം. I thought it over. I'm not very virtuous. I have done many sinful things, so I decided to do this. It would be the least of my offenses. Please, Maggie, don't cry. Where is the ring? Let me take a good look at it this time. If I do not see anything, I shall do as you suggest. God will forgive me if it is wrong. അപ്പം മിസ്റ്റർ ഗുപ്ത മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനിതിനേക്കാളും എന്തൊക്കെ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വേറെ സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ.
അപ്പം എന്നിട്ട് മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, നീ ആ ക്രിസ്റ്റൽ എടുത്തുണ്ടോ, ഞാൻ നോക്കാം. അപ്പം ഞാൻ ഒന്നും കണ്ടില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാമെന്ന് ഉള്ള ഉറപ്പിൽ ചെയ്യും. Maggie brought me the ring. I took it and said, see, if your mother is awake. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. May I see her now? Please come. അപ്പോൾ അമ്മ ഇപ്പം ഉണർന്നിട്ടുണ്ട്. അപ്പം അവിടെ അമ്മയെ കാണാനായിട്ട് മിസ്റ്റർ ഗുപ്ത കയറി വന്നു. I approached the mother's bedside. The ring was in my hand. Wishing her a good morning, I said, Mrs. Clifford, your son is alive. He is well. അപ്പം ഈ ക്രിസ്റ്റൽ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് പറഞ്ഞു, മിസ്സസ് ക്ലിഫോർഡ്, നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ട്, അവന് ഒരു പ്രശ്നവും ഇല്ല. The old woman raised her head a little off the pillow. Did you see that in the crystal? She asked. Yes, Mrs. Clifford, I answered without any hesitation. I have seen it. Her head dropped back. Tears of happiness welled from her eyes. She whispered faintly, God bless you, God bless you. Mrs. Clifford recovered. അപ്പം ഇവർ പറഞ്ഞു, നിങ്ങൾ ശരിക്കും കണ്ടോ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ശരിക്കും കണ്ട്, ഇതിൻ്റെ അകത്ത് നോക്കിയപ്പം നന്നായിട്ട് കാണാം, അവന് ഒരു കുഴപ്പമില്ല, ഫ്രാങ്ക് വളരെ ഓക്കെ ആയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ തന്നെ അമ്മയുടെ അസുഖം പകുതി കുറഞ്ഞു എന്ന് തന്നെ പറയാം. It was almost time for me to return to my country. I wished to go to Lambeth to say goodbye to Maggie and her mother. But the family was in mourning. Frank had been killed in the fighting on the frontier. A month ago, Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days. When I told his mother he was alive and well, I felt ashamed to face Mrs. Clifford. So I wrote a letter to them announcing my departure and bidding them goodbye. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള സമയമായി. അപ്പം ആ ഒരു അവസരത്തിൽ ഈ ഫാമിലിയെ ചെന്ന് മാഗിയെയും അവളുടെ അമ്മയും ഒക്കെ ചെന്ന് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന് ഒരു കാർഡ്, അതായത് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഉള്ളൊരു കാർഡ് അയച്ചിരുന്നു. അതിൻ്റെ അകത്ത് അത് എന്തിനാന്ന് വെച്ചാൽ ഇവളുടെ മാഗിയുടെ ബ്രദർ ഫ്രാങ്ക് മരിച്ചു പോയായിരുന്നു, ആ യുദ്ധത്തിൽ മരിച്ചു പോയായിരുന്നു. അപ്പം അത് അറിയിക്കാനായിട്ട് മാഗി ഒരു ലെറ്റർ മിസ്റ്റർ ഗുപ്തയ്ക്ക് അയച്ചിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഫ്രാങ്ക് ഓക്കെ ആണ്, അവന് ഒരു പ്രശ്നവും ഇല്ല എന്ന് അമ്മയോട് പറഞ്ഞ ഏകദേശം ആ സമയത്ത് തന്നെയാണ് അവൻ മരിച്ചത്. അപ്പം അത് കാരണം ആ ഫാമിലിയെ പോയി കാണാനായിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലെറ്റർ എഴുതി അവർക്ക് അയക്കുകയാണ്. The morning of my last day in London dawned. I was to leave before night. As I was breakfasting with the family, there was a knock at the door. A minute or two later, the maid came in and announced, Please, Mr. Gupta, Miss Clifford has come to see you. അപ്പം ഇവള് മിസ്റ്റർ ഗുപ്ത പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ അവരുടെ ഡോറിലൊരു കൊട്ട് കേട്ടു. അപ്പം തുറന്ന് നോക്കിയപ്പം ഇവളാണ്, മാഗിയാണ്. My breakfast was unfinished. Maggie had come to say goodbye. Lest she be late for office because of me, I took the permission of my hostess and got her from the table. Maggie was standing in the hall. She was wearing black. I took her into the adjoining library and made her sit down. Are you leaving today? She asked. Yes, Maggie. Today is the day of my departure. How long will it take you to reach your country? A little more than 2 weeks. In what part of the country do you live? I have entered the Punjab civil service. I shall not know exactly where I am posted until I arrive there. അപ്പം ഇവിടെ ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങൾ പോകുന്നത്, എത്ര ദിവസം എടുക്കും, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പഞ്ചാബ് സിവിൽ സർവീസിൽ ഇദ്ദേഹം പാസ്സായിട്ടുണ്ട്, പക്ഷേങ്കിൽ എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. Is the frontier very far from there? No, not very. Frank is buried at Fort Monroe near Dera Ghazi Khan. The girl's eyes were filled with tears as she spoke. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫ്രാങ്കിൻ്റെ ഡെഡ് ബോഡി പോലും കാണാനായിട്ട് അവർക്ക് പറ്റിയില്ല. When I go to that part of the country, I shall visit your brother's grave and write to you. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പോകുമ്പോൾ ഉറപ്പായിട്ടും നിൻ്റെ ബ്രദറിൻ്റെ
ഗ്രേവിയിൽ പോയി അതിനുശേഷം ഞാൻ നിനക്ക് വേണ്ടി എഴുതാം. It won't be troublesome for you or inconvenient, Maggie asked. Why should it be? Daragazi Khan is not very far from where I shall be. It will certainly be possible for me to go there someday. I'll write and tell you about it. Maggie's face was filled with gratitude. As she thanked me, her voice choked. She took a shilling out of her pocket and put it down on the table in front of me, saying, Please, buy flowers with this shilling when you go and lay them on my brother's grave for me. ഒരു ഷില്ലിങ് എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ ഗ്രേവിൽ പോകുമ്പം ഈ നാണയം വെച്ചിട്ട് കുറച്ച് പൂക്കൾ വാങ്ങി അവിടെ വെക്കണം. അപ്പോൾ ഇവൾക്ക് അല്ലെങ്കിൽ ഇവളുടെ അമ്മയ്ക്കോ ആ മകൻ്റെ ആ ബ്രദറിൻ്റെ മരണക്കിടക്കയിൽ പോലും ഒന്ന് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഡെഡ് ബോഡി പോലും കാണാൻ സാധിച്ചില്ല. അവിടെ ഗ്രേവിൽ പോകാനോ അന്ത്യ ചുംബനങ്ങൾ നൽകാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയുടെ സഹായം ഇവർ തേടുന്നത്. In my emotion, I lowered my eyes. The child had earned the shilling with so much toil. I felt like returning it to her, explaining that in our country, flowers grow in great profusion and do not have to be purchased. അപ്പം ഈ ഞങ്ങളുടെ നാട്ടിൽ പൂക്കൾക്ക് വലിയ പൈസയൊന്നും വേണ്ട, ഈ പൈസ നീ വെച്ചോ എന്ന് പറയണമെന്ന് ആദ്യം അദ്ദേഹം വിചാരിച്ചു. But I recognized, why should I deprive her of the joy this sacrifice would give her? All that this shilling could have given her, she was foregoing for the love of her brother. The joy of doing it was beyond all price. The grief in her heart would be eased a little. What good would it do to deprive her of it? I picked up the shilling. അപ്പം ഇവള് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവള് ഒരു പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എല്ലാം ഇദ്ദേഹത്തിന് അറിയാം. ആദ്യം വിചാരിച്ച് പൈസ തിരിച്ചു കൊടുക്കാം, പിന്നെ വിചാരിച്ചു അല്ല, ഇത് അവള് അവൻ്റെ സഹോദരന് കൊടുക്കുന്നതാണ്. അപ്പം അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഒരു സഹോദരനോടുള്ള സ്നേഹത്തിനെ കാണിക്കാനാണ് അവൾ എത്രയുമെങ്കിലും ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരിക്കലും അത് നിഷേധിക്കുന്നില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. Maggie, I said, I shall use this shilling to buy flowers and put them on your brother's grave. Maggie stood up. How can I thank you? She said. Now it is time for me to go to work. Goodbye. Remember to write. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഇവള് ജോലിക്കായിട്ട് പോവാണ്. I got up and took her hand in mine. Goodbye, Maggie. God bless you, I said and pressed her hand in my lips. Maggie left. I wiped a tear or two from my eyes and went upstairs to pack my bags. അപ്പം ഇവിടെ ഒരു വളരെ ഇമോഷണലായിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് എൻഡ് ചെയ്തത്. അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുണ്ട്. ഗുപ്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. മിസ്റ്റർ ഫ്രാങ്കിനെ ഇദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഫാമിലിയോട്, ഈ ഒരു പെൺകുട്ടിയോട് തോന്നിയ ഒരു അഫെക്ഷൻ, ഒരു സഹോദരിയോട് തോന്നിയ അഫെക്ഷൻ, അവളുടെ ഒരു ജീവിത അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ മിസ്റ്റർ ഗുപ്തയെ കരയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. റീഡേഴ്സിന് പോലും വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അഡാപ്റ്റ് ചെയ്തത്. ഇതൊരു ട്രാൻസ്ലേഷനാണ്, ഒരു ബംഗാളിയിൽ നിന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ടൈറ്റിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലേക്ക് മനസ്സിലാവുന്നതാണ്. ആ ഒരു ഷില്ലിങ്, വളരെയധികം കുറച്ച് ഷില്ലിങ് ഉള്ളെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു മൂല്യം എത്രമാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതാനുഭവം നമുക്ക് മനസ്സിലാവണം. അപ്പം നമ്മുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.